ഇങ്ങനെ ഒരു പേര് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വേണ്ടി നിർത്തും. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് കുറച്ച് നെയ്ച്ചോറും ബീഫും കഴിക്കണം. നെയ്ച്ചോറെന്ന് പേര് കേട്ടാൽ തന്നെ നമുക്ക് കൊതി വരും. നെയ്ച്ചോറ് കഴിക്കാനും ഇവിടെ ഇറങ്ങിയത്, പക്ഷേ കയറുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് എണ്ണക്കടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം വാങ്ങിക്കണമെന്നൊക്കെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം വാങ്ങി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നെയ്ച്ചോറ് തിന്നാൻ പറ്റൂല. പിന്നെ അതൊക്കെ നോക്കി കുറേ നേരം അവിടെ നിന്ന് വെള്ളം ഇറക്കിയതിന് ശേഷം ഞാൻ പിന്നെ അകത്തോട്ട് കയറിപ്പോയി. അങ്ങനെ ഒരു നെയ്ച്ചോറിന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ചായ ഒരു നെയ്ച്ചോറും ബീഫ് കറിയും ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നിനക്ക് ഇവിടത്തെ ആൾക്കാരെയൊക്കെ നല്ല പരിചയം ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ പിന്നെ കാശിന്റെ ആവശ്യം വരില്ല അല്ലേ? അപ്പൊ ഒന്നും കൂടെ എല്ലാ കറികളും ഒന്നും ചൂടാക്കുന്നുണ്ട്. നെയ്ച്ചോറ് മാത്രമല്ല, ചപ്പാത്തി ഉണ്ട്, പുട്ടുണ്ട്, പൊറോട്ട ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ വേറെയും ഉണ്ട്. ബീഫ്, ചിക്കൻ, മട്ടൻ, പിന്നെ മീൻകറി ഉണ്ട് കേട്ടാ. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ച് കഴിച്ചോളാം. ഇനി ഇതേപോലത്തെ ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കഴിക്കുന്നത്, നെയ്ച്ചോറും ബീഫ് കറിയും. അപ്പോൾ അത് ഇരുന്നപ്പോഴത്തേക്ക് അടുത്ത് ചിക്കൻ കറിയും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ നോക്കിയിട്ട് ഒരു വലിയ പീസ് അങ്ങ് എടുത്ത്. ചിക്കൻ കറിയിലൊക്കെ നല്ല മുതുക്ക് പീസാണ് കൂട്ടുകാരെ. മുതുക്കെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കില്ല കേട്ടോ വയസ്സായ കോഴിയുടെ ഇറച്ചിയാണെന്ന്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നല്ല വലിയ പീസുകളാണെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്നെ തീറ്റയാണ് കണ്ടെന്നള്ളി ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ഈ കൊച്ചിന് ഇത് എന്തൊരു തീറ്റിയെന്ന്. ഞാൻ ഇത്രയും കഴിക്കും കൂട്ടുകാർ, എനിക്ക് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളിനി എന്തിനൊക്കെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഞാൻ എൻ്റെ കുഞ്ഞു കയറിൽ എനിക്ക് ആവശ്യമുള്ള അത്രയാണ് കഴിക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ പാഴ്സൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കൈ ഇരിപ്പുണ്ട്. ബാക്കിയൊക്കെ ഞാൻ വഴിച്ച് തിന്നുന്നുണ്ട്. പ്ലേറ്റ് കൊണ്ട് നിങ്ങളൊന്നും ഞെട്ടിയില്ലേ ഞാൻ ഇത് അത്രയും തിന്നാന്ന്. അതാണ്ട് പാഴ്സൽ എടുത്തിട്ടുണ്ട്. ഇപ്പം തിന്നിട്ട് രാത്രി എൻ്റെ വയറ്റിൽ തന്നെ തിരിച്ചു പോകും. അങ്ങനെ ഞാൻ വയറ് നിറച്ച് നെയ്ച്ചോറ് കഴിച്ചു. ബാക്കിയുള്ളത് ഞാൻ പാഴ്സൽ ചെയ്തു. ഇനി ഞാൻ ഈ സ്ഥലം എവിടെയാണെന്ന് നിങ്ങളുടെ അടുത്ത് പറയണ്ടേ. നമ്മൾ പാരപ്പള്ളിയിൽ നിന്ന് ചടയമംഗലത്തോട്ട് പോകുന്ന വഴിക്ക് കാട്ടുപുതുശ്ശേരി മുക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു നെയ്ച്ചോറ് കട. അപ്പോൾ ഇതുവഴി കൂടെ പോകുമ്പോഴത്തേക്ക് പള്ള നിറച്ചുകൊണ്ട് ഈ നെയ്ച്ചോറ് വാങ്ങി കഴിച്ചിട്ട് പോകും. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. മറ്റൊരു വീഡിയോ നാളെ കാണാം. എല്ലാവരും ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.